ദുൽഖർ ചിത്രം ഐ ആം ഗെയിം റിലീസ് ഡേറ്റ് മാറ്റി. ചിത്രം സെപ്റ്റംബർ 3 തിയേറ്ററുകളിലെത്തും. നേരത്തെ പൃഥ്വിരാജ് ചിത്രം ഖലീഫയുമായി ചേർന്ന് ഒരുമിച്ച് തിയേറ്ററിലെത്താനായിരുന്നു തീരുമാനം. ഓണം ചിത്രമായി ഇറങ്ങുമെന്ന് തീരുമാനിച്ച ചിത്രമാണ് റിലീസ് ഡേറ്റ് മാറ്റിയിരിക്കുന്നത്. ഹരികൃഷ്ണൻ ചേരുന്നു. ഹരികൃഷ്ണൻ, എന്താണ് ഈ ഡേറ്റ് മാറ്റിയതിൻ്റെ കാരണം വിശദീകരിക്കുന്നത്? സൈത്ത്, ഒരു നിർണായകമായ നീക്കമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഓണം റിലീസായിട്ട് വരാനിരുന്ന ദുൽഖർ ചിത്രമാണ് ഐ ആം ഗെയിം. അതിൻ്റെ റിലീസ് തീയതിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 3 ചിത്രങ്ങളാണ് മലയാളത്തിൽ ഇറങ്ങേണ്ടിയിരുന്നത്. ഒന്ന് പൃഥ്വിരാജ് ചിത്രമായ ഖലീഫ, മറ്റൊന്ന് ദുൽഖർ ചിത്രം ഐ ആം ഗെയിം, മറ്റൊന്ന് നിവിൻ പോളി ചിത്രമായ ബത്ലഹേം കുടുംബ യൂണിറ്റ്. 3 ചിത്രങ്ങൾക്കും വേണ്ടിയിട്ടും വലിയ അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. ഇതിൻ്റെ ബുക്കിംഗ് എപ്പോൾ ആരംഭിക്കും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ദുൽഖർ ചിത്രമായ ഐ ആം ഗെയിമിൻ്റെ റിലീസ് തീയതി മാറ്റി സെപ്റ്റംബർ 3 മാറ്റിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഓണം ക്ലാഷ്, പ്രത്യേകിച്ച് സാധാരണ ഒരു ഓണം സമയമാകുമ്പോഴേക്കും മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും പ്രധാനപ്പെട്ട അഭിനേതാക്കളുടെ ചിത്രങ്ങൾ ക്ലാഷ് റിലീസായിട്ട് വരുന്നതാണ്. ഐ ആം ഗെയിമിൻ്റെ ആദ്യം റിലീസ് തീയതി ഓഗസ്റ്റ് 20 ആയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ സെപ്റ്റംബർ 3 മാറ്റിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജ് ചിത്രമായ ഖലീഫ മാത്രം 20 നിവിൻ ചിത്രമായ ബത്ലഹേം കുടുംബ യൂണിറ്റ് 21 റിലീസ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെ ഒരു ക്ലാഷ് വിന്നർ എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് എന്ന് വേണം തന്നെ പറയാം. കാരണം മാസങ്ങളായി ആരാധകർ കാത്തിരിക്കുന്ന ഒരു 3 പ്രധാനപ്പെട്ട റിലീസുകൾ ഒരു ഫെസ്റ്റിവൽ സീസണിൽ വരുന്നു എന്നുള്ള ആഘോഷം, അത് വീണ്ടും കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഐ എം ഗെയിമിൻ്റെ ട്രെയിലർ പോലും ട്രെയിലർ ഡേറ്റിൻ്റെ അന്നല്ല റിലീസ് ചെയ്തത്. ഇപ്പോഴിതാ സിനിമയുടെ റിലീസും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം. സോഷ്യൽ മീഡിയയിൽ ദുൽഖർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയും അവരൊരു എന്താ പറയുക, ഒരു വിഷമത്തിലുമൊക്കെ അവർ പല പോസ്റ്റുകളും ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചൊരു ക്ലാഷ് റിലീസ്, അത് 2 പ്രധാനപ്പെട്ട മേജർ നടന്മാരുടെ സിനിമകൾ ഒരേ ദിവസം തന്നെ റിലീസിനെത്തുമ്പോൾ ആരാകും ഓണം വിന്നർ എന്നത് സംബന്ധിച്ച് എപ്പോഴും ഒരു ഇൻഡസ്ട്രിയിൽ സംസാരിക്കപ്പെടുന്നതും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ആവേശമുണ്ടാക്കുന്ന ഫാക്ടറാണ്. അത് ഇത്തവണത്തെ ഓണത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് വേണം തന്നെ പറയാൻ. അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് പ്രധാനപ്പെട്ട 2 സിനിമകളാണ് എത്തുന്നത്. ഒന്ന് നിവിൻ ചിത്രവും ഒന്ന് പൃഥ്വിരാജ് ചിത്രവും. ദുൽഖർ ചിത്രം ഈ റേസിൽ നിന്നും പുറത്താവുന്നു. കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. ഒരു കുറിപ്പ് അവർ ഇറക്കിയിട്ടുണ്ട്. ആ കുറിപ്പിൽ അവർ കൃത്യമായി പറയുന്നത് പോലും ഇങ്ങനെയാണ്. ഒരു നീണ്ട കുറിപ്പാണ് ഇട്ടേക്കുന്നത്. ഇങ്ങനൊരു ഡിസിഷൻ നല്ലൊരു രീതിയിൽ ചിത്രം പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇത് ഭയന്നുകൊണ്ട്, ഈ ഓണം റേസ് ഭയന്നുകൊണ്ട് മാറ്റിവെച്ചതാണോ? 2, ഇതിൻ്റെ വർക്കുകൾ പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഒരു വലിയ നിരാശ. ഇത്രയും വലിയൊരു നടനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആരാധകർക്കും അത്രമാത്രം വെയിറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റുമ്പോൾ അത് ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു രീതിയിൽ മാറുന്നുണ്ട്. മാത്രമല്ല 3 സിനിമകൾ ഒരുമിച്ച് റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകളുടെ എണ്ണങ്ങളും അതനുസരിച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ ഘട്ടങ്ങളിലും നോക്കുമ്പോഴേക്കും ഇപ്പോൾ ഓണത്തിൽ നിന്ന് തന്നെ മാറി അടുത്ത മാസം ആദ്യവാരത്തിലേക്ക് റിലീസ് മാറ്റുകയാണ് ദുൽഖർ ചിത്രം ഐ ആം ഗെയിം. യെസ്, ദുൽഖറിൻ്റെ ചിത്രം റിലീസിംഗ് ഡേറ്റ് മാറ്റിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.